ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായ വാരൻ ബഫറ്റ് ഒടുവിൽ തന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. 94 വയസ്സിൽ പ്രഖ്യാപിച്ച പിൻഗാമിക്ക് പ്രായം 70. ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷമാണ് ബെർക്ക്ഷയർ ഹാത്തവേ സ്ഥാപകനും സിഇഒയുമായ വാറൻ ബഫറ്റ് ആരാണ് തന്റെ പിൻഗാമിയെന്ന് പ്രഖ്യാപിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകനും അതിസമ്പന്നനുമായ ബഫറ്റ് തന്റെ 3 മക്കളിൽ രണ്ടാമനായ ഹൊവാർഡ് ഗ്രഹാം ബഫറ്റിനാണ് അധികാരം കൈമാറുന്നത്. 82 ലക്ഷം കോടി രൂപ മൂല്യമുള്ളതാണ് ബഫറ്റിന്റെ ബിസിനസ് സാമ്രാജ്യം. വാൾ സ്ട്രീറ്റ് ജേണൽ പ്രകാരം ബെർക്ക്ഷയർ ഹാത്താവേയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായി ഹൊവാർഡ് ചുമതലയേൽക്കും. പിൻഗാമിയെ കണ്ടെത്താൻ ഇത്രമാത്രം വൈകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് ബഫറ്റിന്. 2.2 ട്രില്യൺ പൗണ്ടിന്റെ ആസ്തി കൃത്യമായി നോക്കി നടത്താനുള്ള ശേഷി 3 മക്കളിൽ ആർക്കാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. പീറ്റർ, ഹോവാർഡ്, സൂസൻ എന്നിവരാണ് ബഫറ്റിന്റെ മക്കൾ. ഇവരിൽ പിതാവിന്റെ ബിസിനസ്സിൽ എന്നും ചേർന്നു നിന്നത് ഹോവാർഡ് ആണ്. ബെർക്ക്ഷയറിനെ യുഎസിലെ ഏറ്റവും വലിയ കമ്പനിയാക്കി മാറ്റാൻ ഹോവാർഡ് നടത്തിയ പ്രയത്നങ്ങളും അച്ഛൻ ബഫറ്റിന്റെ പ്രീതി പിടിച്ചുപറ്റി. എന്റെ മകന് അധികാരം കൈമാറുന്നു. എന്റെ 3 മക്കളെയും ഞാൻ ഒരുപോലെ വിശ്വസിക്കുന്നു, പിൻഗാമിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വാരൻ ബഫറ്റ് പറഞ്ഞു. നാളുകളായി പിതാവിനൊപ്പമുള്ള സേവനം വലിയ ദൗത്യത്തിന് തന്നെ പ്രാപ്തനാക്കുന്നു എന്നാണ് ഹൊവാർഡ് ബഫറ്റിന്റെ പ്രതികരണം. ഇതിനോടകം നിരവധി പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ഹൊവാർഡ്. ഒപ്പം നല്ലൊരു കർഷകനും കൂടിയാണ്. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനും ഹോവി നേതൃത്വം നൽകുന്നു. ബെർക്ക്ഷയറിനു പുറമെ കൊക്കക്കോള എന്റർപ്രൈസ്, ലിഡ്സെ കോർപ്പറേഷൻ, സ്ലോവൻ ഇംപ്ലിമെന്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. കാർഷിക ഉപകരണ നിർമ്മാതാക്കളായ GSI ഗ്രൂപ്പിൽ പങ്കാളിത്തവും നിക്ഷേപവുമുണ്ട്. 2017 മാക്കൻ കൗണ്ടിയുടെ ഷെരീഫായി ഹോവി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹോവാർഡ് വാരൻ ബഫറ്റാണ് ഹോവിയുടെ മകൻ. അതിസമ്പന്നന്റെ മകനായിട്ടും മനസ്സുകൊണ്ട് സാധാരണക്കാരനായിരുന്നു ഹോവി എന്നാണ് സുഹൃത്തുക്കളുടെ അഭിപ്രായം. വളരെ വൈകിയാണെങ്കിലും പിതാവിൽ നിന്ന് നേതൃത്വം ഏറ്റെടുക്കുന്ന ഹോവിക്ക് അധികം വൈകാതെ തന്നെ തന്റെ പിൻഗാമിയെ തേടേണ്ട സാഹചര്യമാണ് എന്ന് മാത്രം.